പാഠം 214 സോപ്പുകൾ കൊണ്ടുള്ള ഉപയോഗം. ഹലോ, അതെ. അങ്ങനെ ധൃതി വിളിച്ച് എങ്ങനെ പോകാത്ത കുട്ടി? ആളുകളെ കണ്ട് സംസാരിച്ച് സോപ്പിട്ട് സമ്മതിക്കണ്ടേ? 1-2 പേരുടെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്തായാലും 5 പേരുടെ കാര്യം ഞാൻ ഏറ്റ്. നീ ബാക്കി ആളെ പിടിക്കാൻ നോക്ക് പോകുന്ന കുട്ടി. ശരി 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 ശരി. വിളിച്ചോ. എന്ത് കാര്യത്തിലാണ് ഇത്തിരി സാവകാശം വേണ്ടേ? ചുമ്മാ ശ്വാസം പിടിച്ചാൽ ഞാനെടുത്തിട്ട് എന്തോ നീക്കാൻ. വക്കീലല്ലേ വരുന്നത്? ഒന്ന് സോപ്പിട്ട് നോക്കിയാലോ? നമസ്കാരം വക്കീലേ. നമസ്കാരം. അല്ല, സ്കൂട്ടർ എടുത്തില്ലേ? രാവിലെ വിശ്വനാഥ് സാറിന്റെ കൂടെ കാറിലാ പോയത്. സ്കൂട്ടർ വിട്ടിരിക്കാം. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ കേസ്? ഇത് കേസൊന്നുമല്ല. മോനേഴ് സാറിന് വക്കീലിന് ഗുണമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ നേരെ പോയി സാറിന്റെ അടുത്ത് പറഞ്ഞാൽ നടക്കില്ലെന്ന് മാത്രമല്ല, എന്നെ സാറ് ഭൂമിശാസ്ത്രം പഠിപ്പിക്കാൻ വരികയും ചെയ്യും. സ്കൂളിൽ പോയ കാലത്ത് പഠിക്കാത്ത ഭൂമിശാസ്ത്രമാണ് ഇപ്പൊ ഈ കാലത്ത് ഞാൻ പഠിക്കാൻ പോണത്. ഭൂമിശാസ്ത്രോ? എന്താ ഉത്തമ കാര്യം? തെളിച്ചു പറ. നമ്മുടെ ഗോവിന്ദൻകുട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഒരു ക്ലബ്ബുള്ള കാര്യം വക്കീലിന് അറിയാലോ. ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. അറിയാം. അവരുടെ ബൈലോ രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് എന്നെ വന്നു കണ്ടല്ലേ സംശയം തീർത്തത്. അപ്പൊ നിങ്ങൾ പരിചയക്കാരല്ലേ? അതെന്തായാലും നന്നായി. ഈ ക്ലബ്ബ് ഓണം പ്രമാണിച്ച് ഒരു ടൂർ സംഘടിപ്പിക്കുന്നുണ്ട് കൊടൈക്കനാലിലേക്ക്. 36 പേർക്കാണ് പോകാനുള്ള സൗകര്യമുള്ളത്. ഈ കുടുംബമായവർക്ക് മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. ഫാമിലി ടൂറാ. അതിന് അല്ല, ഈ ഓണത്തിന് മോനേഴ് സാറിന്റെ വക്കീലിന് അവധിയായിരിക്കുമല്ലോ. നിങ്ങൾക്കാണെന്നിട്ട് വേറെ ഒന്നും നോക്കാനുമില്ല. കയ്യിൽ കാശുണ്ട്. പോകുന്നോ കൊടൈക്കനാലിലേക്ക്? നന്നായിരിക്കും. ഇത് മോഹനേട്ടനോട് പറയേണ്ട താമസമേ ഉണ്ടാവുള്ളൂ. സമ്മതിക്കാൻ. ഉത്തമ, മോഹനേട്ടന്റെ സ്വഭാവം ഇത്ര കാലമായിട്ട് അറിഞ്ഞൂടാ. ഇതൊന്നും നടക്കില്ല. അത് പോട്ട്. പക്ഷെ വക്കീലിന് താല്പര്യമുണ്ടല്ലോ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന്. വക്കീലെ, ഇത് സാധാരണ ടൂറല്ല. കൂടെ ഉള്ളവരൊക്കെ നല്ല ഡീസന്റ് പാർട്ടീസാണ്. കള്ളുകുടിയും ബഹളവും ഒന്നും ഉണ്ടാവൂല. നല്ല ഡീസന്റായി 2 ദിവസം അടിച്ച് പൊളിക്കാം. ഒരാൾക്ക് 1500 രൂപ വണ്ടിക്കൂലി, താമസവും ഉൾപ്പെടെ. ഭക്ഷണം അവരവരുടെ ഇഷ്ടത്തിന് കഴിക്കാം. ഇതൊന്നും വില്ലേജ് ഓഫീസറുടെ തല കയറില്ല ഉത്തമ. ഇനി ഞാനിത് പറഞ്ഞാൽ വേറൊരു വഴക്കുണ്ടാവും. ഞാനില്ല. വക്കീലെ, ഇത്തരം അവസരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലേ കിട്ടൂ. വക്കീല് പറഞ്ഞ സാറ് കേൾക്കുമെന്നേ. ഭാര്യ സോപ്പിട്ട വിടാത്ത ഭർത്താവുണ്ടോ? സാധാരണ ഭർത്താവാണെങ്കിൽ സോപ്പിട്ട് നോക്കായിരുന്നു. പക്ഷെ ഇത് കാണ്ടാമൃഗമല്ലേ. കാണ്ടാമൃഗത്തെ സോപ്പിടാനുള്ള സോപ്പൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഉത്തമ. എന്റെ വക്കീല്, എന്ത് കാണ്ടാമൃഗമായിരുന്നാലും വീഴ്ത്താനുള്ള സോപ്പുണ്ട്. വക്കീല് മനസ്സ് വെച്ചാൽ നടക്കും. മോഹനേഷ് സാറിന് ചില വീക്ക്നെസ്സുകൾ ഉണ്ടാവുമല്ലോ. അത് മനസ്സിലാക്കി വേണം സോപ്പിടാൻ. സോപ്പിങ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സാറ് മൂക്കും കുത്തി വീഴും. എന്റെ വക്കീലെ, ഒരു ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അയാളുടെ ആമാശയത്തിലൂടെയാണെന്ന് കേട്ടിട്ടില്ലേ? വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോ ഒരു ഭാര്യ പറയുന്ന ആവശ്യം ഒരുവിധപ്പെട്ട ഭർത്താക്കന്മാരാരും തള്ളൂല. പക്ഷെ ഇത് ഒരുവിധപ്പെട്ട ഭർത്താവല്ലല്ലോ. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പോയാലൊരു വാക്ക്, കിട്ടിയാലൂട്ടി. ഊട്ടിയല്ല, കൊടൈക്കനാൽ. അതെ, കൊടൈക്കനാൽ. എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കിയിട്ട് ഉത്തമനെ വിളിക്കാം. ഒന്നുകിൽ വക്കീലിന് കൊടൈക്കനാലിൽ പോവാം, അല്ലെങ്കിൽ 2 പേർക്കും കൂടെ കുടുംബ കോടതി പോവാം. എന്തായാലും ഇതിൽ 2-ലൊന്നും നടക്കും. മണി 5 കഴിഞ്ഞു. വില്ലേജ് ഓഫീസർ വരാൻ ഇനി 1/2 മണിക്കൂറും കൂടി. അപ്പൊ പരിപാടി തുടങ്ങാം. ആദ്യം ഈ സാരി മാറണം. അത് ശരി. മോഹനേട്ടാ, ഈ ചുരിദാർ എങ്ങനെയുണ്ട്? വളരെ മോശമായി പോയി. ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ പിന്നെ വിളിക്കാം. കഴിഞ്ഞ മാസം വാങ്ങിയതാ. ഇതുവരെ ഇത് ഇട്ടിട്ടില്ല. ഒരു അഭിപ്രായം പറ മോഹനേട്ടാ. ഇതാ മോഹനേട്ടന്റെ കുഴപ്പം. ഭാര്യ ഒരു പുതിയ ചുരിദാർ ഇട്ടാൽ ഭർത്താവല്ലേ അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത്.
എന്റെ ഷർട്ടിനെയും മുണ്ടിനെയും പറ്റി നീ അഭിപ്രായം പറയാറില്ലല്ലോ. ആര് പറഞ്ഞില്ലാന്ന്? ഈ ഷർട്ട് വാങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലേ 13-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾ ഇടുന്ന പോലത്തെ ഷർട്ടാണിതെന്ന്. ഇതുപോലത്തെ ഷർട്ട് ഇട്ടാൽ മോഹനന്റെ ഒരു 50 വയസ്സ് തോന്നും. അത് നിന്റെ മനസ്സിന്റെ കുഴപ്പം. എടീ, സായിപ്പന്മാരിടുന്ന പോലത്തെ ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കുന്നതാ വലിയ കേമത്തമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ നാടിനൊരു പാരമ്പര്യമുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ വേഷം ധരിക്കാൻ. ഉദാഹരണത്തിന്, നീ ഈ വടക്കേന്ത്യക്കാരുടെ ചുരിദാറിട്ടുണ്ട് നടക്കാതെ കേരളീയ പാരമ്പര്യത്തിലുള്ള സാരി ഉടുത്താൽ എത്ര ഭംഗിയായിരിക്കും. ഞാൻ സാരി ഉടുത്താണല്ലോ ഓഫീസിൽ പോകുന്നത്. വീട്ടിലും സാരി ഉടുത്താൽ എന്താ? അത് കാണുന്നവർക്ക് സന്തോഷം ഉണ്ടാവില്ലേടി? കാണുന്നവർക്കേ സന്തോഷമാകും. സാരിയും വലിച്ചുറ്റി അടുക്കളപ്പണി, മുറ്റവടി, തുണിയലക്കലൊന്നും നടക്കില്ല മോഹനേട്ട. മോഹനേട്ടന് ഒരേ സമയം വീട്ടിലെ പണി നടക്കണം, അതേസമയം കൺകുളിർക്ക് കാണാൻ ഞാൻ സാരി ചുറ്റിക്കൂടെ നിൽക്കുകയും വേണം. ഇത് നടക്കില്ല. ആര് പറഞ്ഞു നടക്കില്ലെന്ന്? കൊടൈക്കനാലിൽ പോവാൻ വേണ്ടി സാരി ഉടുക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഇനി സാരി ഉടുക്കാത്തതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഈശ്വര, വില്ലേജ് ഓഫീസറുടെ മനസ്സൊന്ന് മാറ്റിത്തരണേ. ഇന്ന് വില്ലേജ് ഓഫീസർക്ക് എന്താ വൈകിട്ടുണ്ടാക്കി കൊടുക്കേണ്ടത്? ഉത്തമൻ പറഞ്ഞതുപോലെ ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി ആമാശയത്തിലൂടെയാണെങ്കിൽ ആമാശയത്തിലൂടെ ഹൃദയത്തിലെത്തി ആ വഴി കൊടൈക്കനാലിലേക്ക് പോവാം. ചായ മോഹനേട്ടാ, ചായ. ഇതിന്റെ കൂടെ കഴിക്കാൻ ഒന്നുമില്ലേ? ഇല്ല. കാരണം ഇന്നലെ മോഹനേട്ടൻ ആഫീസിൽ നിന്ന് വന്നപ്പോഴേക്കും നല്ല ചൂട് പഴംപൊരി ഞാൻ ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു. അപ്പൊ മോഹനേട്ടൻ എന്താണ് പറഞ്ഞത്? അത് മുഴുവനും എണ്ണയാണ്, എണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും എന്ന്. അതോടുകൂടി വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് നീ തീരുമാനിച്ചു. എണ്ണയില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന എത്രയോ സാധനങ്ങളുണ്ട്. പല സാധനങ്ങളും കാണും. കഴിഞ്ഞ ആഴ്ച ഞാൻ കപ്പ പൊടിങ്ങിയപ്പോ മോഹനേട്ടൻ പറഞ്ഞു അതിന്റെ കൂടെ മുളക് പൊടിച്ച് വേണമെന്ന്. മുളക് പൊടിച്ചിൽ എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞായി പിന്നെ കഥ. പിറ്റേ ദിവസം പറഞ്ഞു കപ്പയുടെ കൂടെ നല്ലത് മീൻകറിയാണെന്ന്. എണ്ണയില്ലാതെ മീൻകറി വെക്കാനുള്ള സാങ്കേതിക വിദ്യ ഞാൻ പഠിച്ചിട്ടില്ല. ഇന്നലെ പഴംപൊരി ഉണ്ടാക്കുന്നതിന് പകരം ആ ഏത്തപ്പഴം നിനക്ക് പുഴുങ്ങിത്തരാമായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് എണ്ണ ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച അടുപ്പിച്ച് 3 ദിവസം പഴം പുഴുങ്ങിയതിന് എന്തൊക്കെയാ എന്നെ മോഹനേട്ടൻ പറഞ്ഞത്? വേറൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ലെന്ന്. സമ്മതിച്ചു, എനിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. തീർന്നല്ലോ. വേറൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ലെന്ന് ആര് പറഞ്ഞു? എനിക്ക് എന്തെല്ലാം അറിയാം. കാരണം എനിക്ക് ഓണത്തിന് കൊടൈക്കനാൽ പോയല്ലേ പറ്റൂ. വെള്ളം അവരിപ്പുണ്ടായിരുന്നല്ലോ. വെല്ലമേ ഇങ്ങ് വാ. ഇത് മതി.
ഇളക്കിയാ മതിയായിരിക്കും. കൊള്ളാം. കൊടൈക്കനാലിലേക്കുള്ള വഴി അവനിൽ കൂടെ തന്നെ.